പോസ്റ്റ്. ജാനു, എന്താ ജോലി കിട്ടിയോ? ഇന്റർവ്യൂ കാർഡാണ്. എന്ത് ജോലിക്ക്? എഞ്ചിനീയർ. അല്ലാതെ എന്ത്? നോക്കിക്കോളൂ, ഇപ്രാവശ്യം നിശ്ചയമായി ജോലി കിട്ടും. രാവിലെ ഇന്റർവ്യൂവിന് പോകുമ്പോ എതിരെ ഞാൻ ശകുനം വരാം. എന്നെ ശകുനം കണ്ടിട്ട് പോയ കാര്യം നടന്നു തന്നെ. ഓഹോ, ഇപ്രാവശ്യം നിശ്ചയമായി ജോലി കിട്ടും. രാവിലെ ഇന്റർവ്യൂവിന് പോകുമ്പോ എതിരെ ഞാൻ ശകുനം വരാം. എന്നെ ശകുനം കണ്ടിട്ട് പോയ കാര്യം നടന്നു തന്നെ. ജോലി കിട്ടിയോ? കിട്ടി. എനിക്കറിയാമായിരുന്നു കിട്ടുമെന്ന്. ഞാനപ്പോഴേ പറഞ്ഞില്ലേ, ഞാൻ ശകുനം വന്നാൽ ആരുടെ കാര്യമായിരുന്നാലും എന്ത് കാര്യമായിരുന്നാലും നടന്നിരിക്കും. ചേച്ചി, 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 അദ്ദേഹത്തിന് ജോലി കിട്ടി. വാടക കുടിശ്ശികയൊക്കെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തന്നോളാം. ചേട്ടനോട് പറഞ്ഞേക്കണേ. ജാനകി, നീ ഇവിടെ? ഞാനിവിടെ അടുത്താ താമസിക്കുന്നത്. എന്റെ ഭർത്താവ് KDCയിൽ എഞ്ചിനീയറാണ്. അതെയോ? ഓ, കണ്ടത് ഭാഗ്യമായി. നാളെ എന്റെ അനുജത്തിയുടെ കല്യാണമാണ്. രണ്ടുപേരും കൂടി വരണം. ഇതാ ഇൻവിറ്റേഷൻ കാർഡ്. പേരെഴുതാത്തിൽ പരിഭവം തോന്നരുതേ. നമ്മൾ തമ്മിലോ? വരണം. ഞാൻ എല്ലാരോടും പറയും ജാനകി വരുമെന്ന്. വരാവുന്നേ. പോട്ടെ. അല്ല, പാചകം അറിയാമോ? അടുക്കളയിലേക്ക് കടന്നിട്ടില്ലാത്ത നീയാണല്ലോ എന്നും ഇവിടെ പാചകം. ഇന്ന് ഞാനായിക്കോട്ടെ എന്ന് കരുതി. ആവശ്യത്തിലേറെ ജോലി ഓഫീസിൽ ചെയ്യുന്നുണ്ടല്ലോ. ഇങ്ങനെ എല്ലാ ഭാര്യമാരും ഭർത്താക്കന്മാരെ കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ ഈ ലോകം എന്ത് നന്നായി പോയല്ലേ. ഏതായാലും അതിന്റെ പേരിൽ ഭർത്താവിന്റെ സ്വന്തം കയ്യിലുണ്ടാക്കിയ ചായയുടെ പകുതി ഭാര്യയ്ക്ക് സമർപ്പിക്കും. കുടിച്ചു നോക്ക്. ആഹാ, നല്ല ചായ. അപ്പൊ ചായ അടിച്ച് ജീവിക്കാം. പിന്നെ നാളെ ലീവ് എടുക്കാൻ പറ്റുമോ? അയ്യോ, നാളെ ഓഫീസിൽ പിടിപ്പ് ജോലിയുള്ള ദിവസമാണ്. നാളെ എന്റെ ഒരു ഫ്രണ്ടിന്റെ അനിയത്തിയുടെ കല്യാണമാണ്. നിന്റെ ഫ്രണ്ടോ? നിനക്കിവിടെ ഏത് ഫ്രണ്ട്? ഞാൻ മാർക്കറ്റിൽ നിന്ന് വരുന്ന വഴി എന്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു. അപ്പോഴാ ക്ഷണിച്ചത്. അങ്ങയും കൂട്ടി ചെല്ലാമെന്ന് ഞാൻ ഏറ്റുപോയി. എന്താ ജാനു ചെയ്യുക? ഞാൻ ഓഫീസിൽ പുതിയ ചെന്ന് കയറുന്നതിന് മുമ്പ് ലീവ് ചോദിച്ചാൽ എന്നാ പറയൂ. ഇങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ സാധാരണഗതിയിൽ ഒരു ക്ലാഷ് വന്നാൽ എന്താ ചെയ്യുക? നീ കൂട്ടുകാരുടെ ക്ഷണം സ്വീകരിക്കും. നേരത്തെ അറിയാത്തതുകൊണ്ട് എനിക്ക് ലീവ് എടുക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു. വരൂ ജാനകി. എന്താ ഇത്, തനിച്ചേ ഉള്ളൂ? ഹസ്ബൻഡ് എവിടെ? വലിയ കമ്പനിയിലെ എഞ്ചിനീയർ അല്ലേ, മുൻകൂട്ടി അറിയിച്ചാലേ ലീവ് കിട്ടുള്ളൂ. അനിയത്തിയുടെ പ്രസവത്തിനെ കുഞ്ഞിനെ കാണാൻ ഞങ്ങൾ രണ്ടുപേരും കൂടി വരാം. എന്റെ ക്ലാസ്മേറ്റ് ജാനകി. ഭർത്താവ് എഞ്ചിനീയറാണ്. എന്താ ജാനകി അയാളെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? ഞങ്ങളുടെ ഓഫീസിലെ പിയൂണ. എന്താ, നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? ഭാര്യയും ഭർത്താവും തമ്മിൽ പരിചയമുണ്ടോന്നോ? നല്ല ചോദ്യം. ഭാര്യയും ഭർത്താവുമോ? അതെ, ഭാര്യയും ഭർത്താവും. പ്യൂണായ ഭർത്താവും
അതിഥിയായ ഭാര്യയും. ശരിയാണോ ജാനകി? അപ്പോ നീ കള്ളം പറയുമായിരുന്നു? എങ്ങനെ കള്ളം പറയാതെ? അവളുടെ അച്ഛനെയും കുടുംബത്തെയും അവമാനിച്ച് സർവ്വ സ്വത്തുക്കളും വലിച്ചെറിഞ്ഞ് അവന്റെ കൂടെ ഇറങ്ങിപ്പോയി. ഒരു പ്യൂണിന്റെ കൂടെ എന്തിന് ഇറങ്ങിപ്പോയി എന്ന് ചോദിച്ചാൽ കുത്തൽ മുട്ടിപ്പോവില്ലേ? അതുകൊണ്ട് കള്ളം പറഞ്ഞു. നിന്നെ അവൻ വഞ്ചിച്ചു. അവനും നീയും കൂടി നിന്റെ അച്ഛനമ്മമാരെ വഞ്ചിച്ചു. അവൻ നിന്നെ പട്ടിണിക്കിട്ട് കൊല്ലാൻ പോലും പഠിക്കില്ല. നോക്കിക്കോ. ജാനു, എന്നോട് ക്ഷമിക്കുക. നിന്നെ ഇങ്ങനെ വേദനിപ്പിക്കേണ്ടി വരുമെന്ന്, ഇങ്ങനെ അപമാനിക്കേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. നോക്കൂ, തന്റെ ഭർത്താവ് ഒരു കൂലി വേലക്കാരനാണെങ്കിലും അത് അന്തസ്സോട് പറയാൻ ഒരു സ്ത്രീക്ക് കഴിയും. പക്ഷെ ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കി പച്ച കള്ളം പറഞ്ഞാൽ അതവക്ക് സഹിക്കാനാവില്ല. എന്ത് ജോലിയായിരുന്നാലും അതിനെ മാനിക്കുന്നവനാണ് ഞാനെന്ന് കള്ളം പറഞ്ഞത് നിന്നെ വഞ്ചിക്കാനായിരുന്നില്ല. അന്ന് ഞാൻ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നീ പൂർണ്ണ വിശ്വാസത്തോടെ എന്നോട് പറഞ്ഞു, നിന്റെ ശകുനം കണ്ടിട്ട് പോയാൽ എനിക്ക് ആ ജോലി കിട്ടുമെന്ന്. ഞാൻ മടങ്ങി വന്നപ്പോഴും നിന്റെ മുഖത്ത് ആ വിശ്വാസം നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. എന്തോ സത്യം പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിന്നെ വേദനിപ്പിക്കാൻ എനിക്ക് ധൈര്യമുണ്ടായില്ല. അതിനുശേഷം എനിക്ക് ഈ ജോലി സ്വീകരിക്കേണ്ടി വന്നു. അങ്ങൊരു പ്യൂനാണെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചിലായിരിക്കുമെന്ന് അങ്ങ് കരുതിയോ? ഇല്ല ജാൻ, സന്തോഷത്തോടെ നീ അവരോടെല്ലാം പറഞ്ഞു, നിന്റെ ഭർത്താവ് ഒരു എഞ്ചിനീയറാണ്, സമ്പന്ന കുടുംബത്തിൽ പിറന്ന നിലയും വിലയുമുള്ള നീ താനൊരു പ്യൂണിന്റെ ഭാര്യയാണെന്ന് അറിയണ്ടെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. എന്റെ പ്യൂണന്മാരും മനുഷ്യരല്ലേ? ഞാൻ അങ്ങയുടെ കൂടെ ഇറങ്ങിപ്പോന്നത് പണത്തിനും നിലയ്ക്കും വിലയ്ക്കും വേണ്ടിയായിരുന്നു. ആ നല്ല മനസ്സിന് വേണ്ടി മാത്രമായിരുന്നില്ലേ? അതെ ജാൻ, നീ എനിക്ക് വേണ്ടി എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ചു. പക്ഷേ ഞാൻ നിനക്ക് തന്നത് ഒരു കുടുംബത്തിന്റെ ചുമതല ശരിക്കും ഏറ്റെടുത്ത് നടത്താൻ കഴിയാത്തവൻ വിവാഹം കഴിക്കരുത്. അതിനേക്കാൾ ഭേദം മരണമാണ്. എന്തേ പറഞ്ഞത്? സത്യമാണ് ജാൻ. പണമില്ലാത്ത എനിക്ക് ദുഃഖം മാത്രമേ നിനക്ക് തരാൻ കഴിയൂ. ഇല്ല, ഞാൻ തോൽക്കില്ല. പണത്തിന്റെ പേരിൽ ആ പന്തലിൽ വെച്ച് നിന്റെ അച്ഛൻ നിന്നെ അപമാനിച്ചു. ഞാൻ ദരിദ്രനായതുകൊണ്ട് നീ അപമാനിക്കപ്പെട്ടു. ഞാൻ സത്യം ചെയ്ത് പറയുന്നു ജാൻ, ഇതിനൊക്കെ ഞാൻ പകരം വിട്ടു. ഞാനും പണക്കാരനാകും. പണത്തിന് മറുപടി പണം കൊണ്ട് തന്നെ പറയും. ഉള്ളത് കൊണ്ട് ഞാൻ തൃപ്തിയാണ്. അങ്ങ് എനിക്ക് വേണ്ടി കൂടുതൽ ദുഃഖിക്കരുത്. നിന്റെ സ്നേഹത്തിന് മുൻപിൽ ഞാൻ തോറ്റുപോകുന്നു. പക്ഷേ പണത്തിന് മുൻപിൽ തോൽക്കാൻ ഞാൻ തയ്യാറല്ല.